Hi friends, welcome back to a new class. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. SSC JEE 2021 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോഴും പറയുന്ന പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കേരള PSCക്കും മറ്റുള്ള സ്റ്റേറ്റിലെ PSCക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ SSC ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ESC അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കേരള PSCക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, പിന്നെ യൂണീക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക, സജഷൻസ് അറിയിക്കുക. ഇനി എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും എറേഴ്സ് നമ്മൾ ആൻസറിലോ എക്സ്പ്ലനേഷനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്തിട്ട് അതും നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ കമൻസ് എന്തായാലും അറിയിക്കണം. കമൻസിലൂടെ മാത്രമാണ് നമുക്ക് ക്ലാസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ മൂവിങ് ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. To measure the static pressure in a pipe, one uses a pressure gauge connected to. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പ്രഷർ ഗേജ് കണക്റ്റഡ് ടു എ പീസോമീറ്റർ ടാപ്പിംഗ്. പീസോമീറ്റർ ടാപ്പിംഗ് ഇറ്റ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ മാനോമീറ്റർ പോലെ തന്നെയാണ്. നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പീസോമീറ്റർ ടാപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നിട്ടുള്ളത് മറ്റുള്ള ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ ഒക്കെയാണ്. അപ്പോൾ വെഞ്ചുറി മീറ്ററും ഒറിഫൈസ് മീറ്ററും ഒക്കെ പറയുന്നത് എന്താണ്? ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി മെഷറിംഗ് ഡിസ്ചാർജ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ആണ് നമ്മൾ ഈ ഒരു ഇതിൽ മെഷർ ചെയ്യുന്നത്. വെഞ്ചുറി മീറ്ററിലും അതുപോലെ തന്നെ ഒറിഫൈസ് മീറ്ററിലൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, ഇനി കറണ്ട് മീറ്റർ ഉണ്ട്. കറണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ചാനലിൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. കറണ്ട് മീറ്റർ, ഓക്കെ, കറണ്ട് മീറ്റർ വെലോസിറ്റി ഇൻ ഓപ്പൺ ചാനൽ. വെലോസിറ്റി ഇൻ ഓപ്പൺ ചാനലിലെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പിറ്റ്യോ ട്യൂബ് തന്നിട്ടുണ്ട്. പിറ്റ്യോ ട്യൂബ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പിറ്റ്യോ ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ മെഷറിംഗ് ദ സ്റ്റാഗ്നേഷൻ പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എ പോയിന്റ്. ഓക്കെ, ഒരു പോയിന്റിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീസോമീറ്റർ ടാപ്പിംഗ്. എന്നാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എ പോയിന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പിറ്റ്യോ ട്യൂബ്. പിറ്റ്യോ ട്യൂബ് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലോ സ്റ്റേറ്റ് ദാറ്റ് പ്രഷർ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ point in a static fluid എന്നാണ്. at a point in a static fluid is equal in all direction. അതായത് സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ പ്രഷർ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലോ, ഇത് ഏത് ലോ ആണ് പ്രഷർ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ പ്രഷർ എല്ലാ സ്ഥലങ്ങളിലും ഈക്വൽ ആണ് എന്നുള്ളത് ഏത് ലോ ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ ഞാൻ ആൻസർ വിട്ടു പോയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഏത് ലോ ആണ്? പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ, സോറി, ഇറ്റ് ഈസ് പാസ്കൽസ് ലോ. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 2 ന്യൂട്ടൺസ് ലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ആൻസർ പാസ്കൽസ് ലോ ആണ് ആൻസർ വരുന്നത്, പാസ്കൽസ് ലോ. ഇനി മറ്റുള്ള ലോസ് ഒന്ന് നോക്കാം. എന്താണ് ഡാർസി ലോ? ഡാർസി ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസ്ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഹെഡ് കേസിംഗ് ഫ്ലോ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹെഡ് കോസിംഗ് ദ ഫ്ലോ ഡെൽറ്റ എച്ച് ആൻഡ് എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് സാമ്പിൾ. ഇതാണ് ഏത്? ഡാർസീസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ദെൻ വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ.
ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള പ്രഷറിൻ്റെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ increase in pressure in vertical direction is equal to the weight density. Increase in pressure equal to weight density. ഇതാണ് എന്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 2021 ചോദിച്ചു കണ്ടിട്ടുണ്ട്, 2020 ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പാസ്കൽസ് ലോ ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ മറ്റൊരു പ്രാവശ്യം ന്യൂട്ടൺസ് ലോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂട്ടൺസ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്ടൺസ് ലോ എന്താണ്? ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, du by or it is okay rate of change of or it is angular deformation directly proportional ആണ് എന്നുള്ളതാണ് ന്യൂട്ടൺസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫോർമേഷൻ. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫോർമേഷൻ, ഷിയർ ഡിഫോർമേഷൻ എന്ന് പറയാം. ആൻഡ് ഇത് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du by dv എന്നാക്കും. ഈ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് നമ്മൾ മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. സോ ടോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈക്വൽ ടു മ്യൂ du by dy എന്നൊക്കെ. അപ്പോൾ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഷിയർ ഡിഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോ ഈസ് ഈക്വൽ ടു du by dy ആൻഡ് ദിസ് ഇസ് ദ ന്യൂട്ടൺസ് ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞല്ലോ. ഡാർസീസ് ലോ എന്താണ്, ന്യൂട്ടൺസ് ലോ എന്താണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണ്, പാസ്കൽസ് ലോ എന്താണെന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് ദെൻ ഇതിൽ ബെർണോളിസ് ഈക്വേഷൻ ചില സമയത്ത് ചോദിച്ച് കണ്ടാറുണ്ട്. ബെർണോളിസ് ഈക്വേഷൻ ഏതൊരു ലോ എന്താണ് കൺസേർവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബെർണോളിസ് ഈക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഈക്വേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അത് ചോദിച്ച് കാണാറുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെയും ക്വസ്റ്റ്യൻ ഇടാഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ടു ദ center of pressure. Estimate the distance to the center of pressure below the free surface for a vertical triangular planar submerged in water with one side on the free surface, vertex downward and altitude h. ഇവിടെ തന്നിട്ടുള്ളത് വേർട്ടെക്സ് ഡൗൺ ആയിട്ട് ഒരു ട്രയാങ്കുലാർ ലാമിന. വേർട്ടെക്സ് ഡൗൺ ആയിട്ടാണ് ട്രയാങ്കുലാർ ലാമിന ഉള്ളത്. ആൻഡ് അതിൻ്റെ എന്താണ് തന്നിട്ടുള്ളത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എച്ച് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എന്താണ്? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോകണമെന്നില്ല. അങ്ങനെ ഡിറൈവ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു 3-4 ഇക്വേഷൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും. ഇതാണ് ഫ്രീ സർഫസ് ആൻഡ് അതിൻ്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ആണ്, ഓൾട്ടിറ്റ്യൂഡ് എച്ച് ആണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷറാണ്. സെൻറ്റർ ഓഫ് പ്രഷർ ബിലോ ദ സർഫസ്, സെൻറ്റർ ഓഫ് പ്രഷറാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ h/2 സെൻറ്റർ ഓഫ് പ്രഷർ ഉണ്ടാകുന്നത് h/2. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, h/2. ഇനി നോക്കൂ, ഇവിടെ ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ട്രയാങ്കുലാർ ലാമിനെ നേരെ തിരിച്ചാണ്. ബേസ് ആണ് അണ്ടർ വാട്ടർ എങ്കിൽ 3h/4, റെക്റ്റാങ്കിൾ ആണെങ്കിൽ 2h/3, ദെൻ സർക്കിൾ ആണെങ്കിൽ 5h/8. അപ്പോൾ കോമൺലി ചോദിക്കാറുള്ളത് ഈ ഒരു ട്രയാങ്കിൾ തന്നെയാണ്. ഇത് അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 2018 കണ്ടതിന് ശേഷം 2020 വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. ഓക്കെ, മറ്റു ചില സ്റ്റേറ്റ് PSCകൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഐ തിങ്ക് LSGD-Aക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ടൈമിൽ നടന്ന എക്സാംസിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഫോർ ഡൈനാമിക് വിസ്കോസിറ്റി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കുറച്ച് യൂണിറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഒന്നെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി, ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. അതിൻ്റെ മുന്നേ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോർമലി ചോദിച്ച് കാണാറുള്ളത് ഡൈനാമിക് വിസ്കോസിറ്റി കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റീൻ്റെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഡൈനാമിക്, ഞാൻ ഈ പെൻ ടാബിൽ എഴുതുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് ചെയ്യാം. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മ്യൂ ആണ്. ആൻഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ദ ഡിഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, du by dy, du by dy. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ഈ മ്യൂ കണ്ടുപിടിക്കാം. ഷിയർ സ്ട്രെസ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ ഷിയർ സ്ട്രെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് അതുപോലെ തന്നെ du എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ മ്യൂവിനെ ഇവിടെ നിർത്തി, മ്യൂ ഇവിടെ നിർത്തി നമ്മൾ, അപ്പോൾ ടോ ഇൻറ്റു dy. അപ്പോൾ dy എന്താണ്? മീറ്റർ ആണ് dy. ദെൻ du എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ മീറ്റർ, ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ന്യൂട്ടൺ അതുപോലെ തന്നെ സെക്കൻഡ്. ദെൻ ഈ മീറ്റർ ക്യൂബ് ക്യാൻസലായി, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്നും പറയാം. പാസ്കൽ സെക്കൻഡ്. ഇത് SI യൂണിറ്റ് ആണ് കേട്ടോ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് SI യൂണിറ്റ് ആണ്, പാസ്കൽ സെക്കൻഡ്. ഓക്കെ, ദെൻ നമുക്കിനി എങ്ങനെ, അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് SI യൂണിറ്റ്. ഇനി CGS യൂണിറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? CGS യൂണിറ്റ് എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റിൻ്റെ CGS യൂണിറ്റ് എന്താണത്? 1 പോയ്സ് ആണ്. ഓക്കെ, 1 പോയ്സ് ആണ് CGS യൂണിറ്റ്. അപ്പോൾ ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് പോയ്സ്. സോ ഇത് SI യൂണിറ്റ്, പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ SI യൂണിറ്റ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ SI യൂണിറ്റ് ആണ്. ഓക്കെ, പോയ്സ് എത്രയാണ്? അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് പോയ്സ് ആണ്. ഓക്കെ, പോയ്സ് ഈസ് ദ CGS യൂണിറ്റ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 1 പോയ്സ് എത്രയാണെന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ 1 പോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.1 ന്യൂട്ടൺ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് 1 പോയ്സ്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ കാണാറുണ്ട്, 10 പോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ് ചില സമയത്ത് കാണാറുണ്ട്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1 പോയ്സ് എന്ന് പറയുമ്പോൾ 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഓർ 10 പോയ്സ് ഈസ് 1 ന്യൂട്ടൺ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് SI യൂണിറ്റ് ഫോർ ഡൈനാമിക് വിസ്കോസിറ്റി നമുക്ക് പാസ്കൽ സെക്കൻഡ്സ് ആണെന്ന് പറയാം. ഇനി മറ്റൊരു യൂണിറ്റ് ചോദിക്കാറുള്ളത്, അപ്പോൾ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റീൻ്റെ നോക്കിയ പോലെ തന്നെ നമുക്ക് മറ്റൊന്ന് നോക്കാം, കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി V എന്ന് കൊടുക്കാം നമുക്കതിനെ. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? V is equal to dynamic viscosity divided by density. ഓക്കെ, അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് ഡൈനാമിക് വിസ്കോസിറ്റി വരുന്നത്. ആൻഡ് ഡെൻസിറ്റി എന്താണ് വരുന്നത്? നമുക്ക് ഡെൻസിറ്റീനെ എങ്ങനെ കൊടുക്കാം? kg per meter cube കൊടുക്കാം. ഓക്കെ,
ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ kg per meter cube ആണ്. സോ മീറ്റർ ക്യൂബ് ബൈ kg. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? ഇസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ് ബൈ kg എന്ന് വരും. ആൻഡ് അത് നമുക്ക് എങ്ങനെ കൊടുക്കാം? 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 kg meter cube 1 kg meter per second square ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ kg meter second square meter cube second then meter square kg. ഓക്കെ, kgയും ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, ആൻഡ് അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് സ്ക്വയറും സെക്കൻഡും ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ മീറ്റർ ക്യൂബ് ഉണ്ട്, ഇവിടെ മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. ഇനി അതിൻ്റെ CGS യൂണിറ്റിലേക്ക് വരാം. ഡൈനാമിക് വിസ്കോസിറ്റിൻ്റെ നമ്മൾ പോയ്സ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഏതാണ്? സ്റ്റോക്സ് ആണ്. CGS യൂണിറ്റ് ഇസ് സ്റ്റോക്സ്. ഓക്കെ, ഇനി നമുക്ക് സർഫസ് ടെൻഷൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ ഇതൊക്കെയാണ് ചോദിച്ച് കാണാറുള്ള യൂണിറ്റ്സ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. സർഫസ് ടെൻഷൻ്റെ എന്താണെന്ന് നോക്കാം. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ബൈ ലെങ്ത്. ഓക്കെ, സിമ്പിളാണത്. ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ആൻഡ് അതിൻ്റെ SI യൂണിറ്റ് എന്താണ് അപ്പോൾ വരുന്നത്? ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഫോഴ്സിൻ്റെത് SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡൈൻ. ഡൈനാണ് ഫോഴ്സിൻ്റെ CGS യൂണിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എനർജീൻ്റെയും കൂടെ നോക്കാം. എനർജീൻ്റെയും ഇപ്പോൾ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനർജീൻ്റെ എന്താണ് വരുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ അത് സിമ്പിളാണ്. ഫോഴ്സ് ഇൻറ്റു, നിങ്ങൾക്കിത് ഓർത്ത് വെക്കാൻ പ്രയാസമുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിയുന്നത് തന്നെയാണ്, അറിയാത്തതായിട്ട് ഇതിൽ ഒന്നും വരുന്നില്ല. സോ ന്യൂട്ടൺ മീറ്റർ ആണ് എനർജീൻ്റെ SI യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാധാരണ രീതിയിൽ ചോദിച്ച് കാണാറുള്ള യൂണിറ്റ്സ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. ഇറ്റ് ഈസ് പാസ്കൽ സെക്കൻഡ്. ദെൻ എ റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് നോൺ ആസ്. അതെന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടോ ഇസ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ആയ ടോ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഓർ ഷിയർ ഡിഫോർമേഷൻ du/dy വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. സോ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഡസ് നോട്ട് അവോയ്ഡ് ദ ന്യൂട്ടോണിയൻ ലോ. ദെൻ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻലെസ് ആണ്, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്. ദെൻ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിനേക്കാളും ഈൽഡ് ഉണ്ടാവും ആൻഡ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ഈ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണ് എന്നുള്ളത് തന്നെയാണ് സാധാരണ രീതിയിൽ ചോദിച്ചു കാണാറുള്ളത്. ഇനി ദ ഡയമീറ്റർ ഓഫ് എ ഡ്രോപ്ലെറ്റ് ഈസ് 0.75 mm. What is the intensity of pressure developed in Newton per square centimeter developed in the droplet by the surface tension of 0.00075 Newton per mm? ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ, കുറച്ച് കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രഷർ എന്ന ഡ്രോപ്ലെറ്റ്
pressure in droplet of water ആണ് droplet അത് എത്ര എങ്ങനെയാണ് വരുന്നത് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി. ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷനെയാണ് സിഗ്മ എന്ന് പറയുന്നത് ആൻഡ് ഡി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ ഡ്രോപ്ലെറ്റ്. ഓക്കെ, ഇനി സോപ്പ് ബബിളിൻ്റെ കേസിലാണെങ്കിൽ അത് സോപ്പ് ബബിളിൻ്റെ കേസിലാണെങ്കിൽ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഈ സോപ്പ് ബബിളിൻ്റെ കേസിലുള്ളതും ചോദിക്കാറുണ്ട് 4 സിഗ്മ ബൈ ആർ. ഓക്കെ, ദെൻ ലിക്വിഡ് ജെറ്റ് ആണെങ്കിലോ ലിക്വിഡ് ജെറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് എങ്ങനെയാണ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2 സിഗ്മ ബൈ ഡി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് പ്രഷർ ഇൻ എ ഡ്രോപ്ലെറ്റ് ആണ്. സോ ഡെൽറ്റ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട്, സർഫസ് ടെൻഷൻ 75 × 10⁻⁻6 എന്ന് തന്നിട്ടുണ്ട് ആൻഡ് ഡയമീറ്റർ 0.75 mm തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 × 75 × 10⁻⁻6 സർഫസ് ടെൻഷൻ ഡിവൈഡഡ് ബൈ നമുക്ക് mm തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 75 × 10⁻⁻ എത്രയാണ് വരുന്നത് -2. ഓക്കെ, ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. 0.75 അല്ല, ഇറ്റ് ഈസ് 0.075 ആണ്. ഞാനിവിടെ ക്വസ്റ്റ്യനിലും മാറ്റം വന്നതാണ്. ഇത് വരുന്നത് 0.075 ആണ്. സോ അതെങ്ങനെ വരും 75 × 10⁻³ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 4 × 10⁻³ എന്ന് വരും. അത്രയും എന്താണ് ന്യൂട്ടൺ പെർ എം എം ആണ്, പക്ഷേ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, പക്ഷേ നമുക്ക് വേണ്ടത് എന്തിലാണ് ആൻസർ വേണ്ടത് സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ്. സോ 4 × 10⁻³ ബൈ 10⁻², ദാറ്റ് ഈസ് 0.4 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ആൻസർ ഈസ് 0.4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഈ പ്രഷർ ഇൻ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ സോപ്പ് ബബിൾ, ഇത് രണ്ടുമാണ് കോമൺലി ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡ്രോപ്ലെറ്റിലുള്ളത്. അതുപോലെ അതിൻ്റെ കൂടെ ഈ ജെറ്റിൻ്റെയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇൻ കേസ് ഇനി ജെറ്റിൻ്റെയാണ് ഇപ്രാവശ്യം ചോദിച്ചതെങ്കിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെൽട്ടൺ വീൽ ഈസ് ടു ബി ഡിസൈൻഡ് for a pitch diameter of 1 meter and jet diameter of 0.1 meter. Number of buckets on the runner computed by Huygens formula is. So Pelton wheel is a tangential flow impulse turbine and pressure energy of water is converted into kinetic energy to form a high speed water jet, and this jet strike the wheel tangentially to make it rotate. അപ്പോൾ ഇതിൽ ടേഗൺസ് ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടേഗൺസ് ഫോർമുല നമ്പർ ഓഫ് ബക്കറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബക്കറ്റ്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത് സെഡ് പ്ലസ് നമ്പർ ഓഫ് ബക്കറ്റ്സിന് നമുക്ക് സെഡ് എന്ന് കൊടുക്കാം. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 15 പ്ലസ് d/2d. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? പിച്ച് മീൻ ഡയമീറ്റർ. ഓക്കെ, പിച്ച് മീൻ ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്, ഡി. ഓക്കെ, ആൻഡ് സ്മോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ജെറ്റ് ഡയമീറ്റർ ആണ് സ്മോൾ ഡി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 15 പ്ലസ്
1/0.2. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് 20 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബക്കറ്റ് ഇസ് 20 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് എ റെക്റ്റാങ്കുലാർ ചാനൽ of bud width 2 meter is to be laid at a slope of 1 in 100. Find the hydraulic radius of the canal cross section of the maximum discharge condition. ഇതിന് മുന്നേ ഞാൻ ഏതൊരു ക്ലാസ് ഇട്ടപ്പോൾ അതിൽ y എന്നുള്ളത് ഞാൻ ഡെപ്തിന് പകരം ബ്രെഡ്ത്ത് എന്നോ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോയിൽ എന്നെ കറക്റ്റ് ചെയ്തിട്ടും ഉണ്ട്. ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു, ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് അതപ്പോൾ ആ വീഡിയോയിൽ എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വരുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പോൾ അതെന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. Find the hydraulic radius of the canal cross section for the maximum discharge condition. Take chassis constant as 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഹൈഡ്രോളിക് റേഡിയസ് ആയിട്ടുള്ള ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അത് സിംപ്ലി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. സോ ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? B ഇൻറ്റു D ആണ്. ആൻഡ് ഫോർ P ഈസ് ഈക്വൽ ടു B plus 2D അല്ലേ, വെറ്റഡ് പെരിമീറ്റർ. സോ ഫോർ എ എഫിഷ്യൻറ്റ് സെക്ഷൻ, ഒരു എഫിഷ്യൻറ്റ് റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? B is equal to 2 into D ആണ്. ഓക്കെ, ഫോർ ആൻ എഫിഷ്യൻറ്റ് ചാനൽ സെക്ഷൻ B is equal to 2D. ഓക്കെ, സോ നമുക്കതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? B is equal to 2D. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R is equal to B എന്ന് പറയുന്നത് 2D ആണ്. സോ 2D സ്ക്വയർ ഡിവൈഡഡ് ബൈ 4D അല്ലേ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇറ്റ് ഇസ് D/2 എന്ന് കിട്ടും. അപ്പോൾ ഹൈഡ്രോളിക് റേഡിയസ് D/2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? വീണ്ടും നമ്മൾ B is equal to 2D കൊടുക്കുകയാണെങ്കിൽ നമുക്ക് R is equal to ബിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ബീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. B is equal to എത്രയാണ് തന്നിട്ടുള്ളത്? B എന്ന് പറയുന്നത് വിഡ്ത്ത് B is equal to 2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് B is equal to 2Dയിൽ ഇട്ട് കൊടുക്കുമ്പോൾ B is equal to 2Dയിൽ നമ്മൾ B ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് D എന്ത് കിട്ടും? D is equal to 1 എന്ന് കിട്ടും. Therefore R is equal to 1/2 which is equal to 0.5 meter. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെക്റ്റാങ്കുലർ ചാനലും ട്രപ്പിസോയിഡൽ ചാനലിൻ്റെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സജഷൻസ് അറിയിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.